വയനാട്ടിലുള്ളവർ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളും കാണേണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള ഒരു അപായം വന്നാലും എന്നും ഏത് കാലത്തും ഒരുമിച്ച് നിന്നിട്ടുള്ള മനുഷ്യരാണ് മലയാളികളെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. വാട്സപ്പ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം റീലായിട്ടായിക്കോട്ടെ, ഈ 24 ന്യൂസിൽ ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്യുന്ന ഹാഷ്മി വേറെ ഏതോ ഒരു എൻകൗണ്ടറിൽ വേറെ ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ അയാൾ പറഞ്ഞ ഒരു ഇൻട്രോ യൂസ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ആരും ഫണ്ട് അയക്കരുത്, അത് ഒരുപാട് ആൾക്കാർ മുക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു ന്യൂസ് കുറേ രീതിയിൽ ഇവിടെ പടരുന്നുണ്ട്. 20 കോടി 12 ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ്. ഇത് ഞാനായിട്ട് നിങ്ങളടുത്ത് പറയല്ല, ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസി അയാളുടെ നാട്ടിൽ പോയി അയാളുടെ കൺമുമ്പിൽ അയാൾ ഓരോ അപായങ്ങളും കണ്ടോട്ട് വയ്ക്കുന്ന അയാൾ എന്നെ വിളിച്ച് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞാണ്. എൻ്റെ അടുത്തല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുവിധം ഫോളോവേഴ്സുള്ള എല്ലാവർക്കും അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും എല്ലാവരുടെ അടുത്തും പറയുകയാണ്. കാര്യം വേറെ ഏതോ ഒരു സംഭവത്തിൽ വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരാൾ പറഞ്ഞ ഒരു കൗണ്ടർ എടുത്ത് വെച്ചിട്ട് നാടൊട്ടാകെ മുടിഞ്ഞു നിൽക്കുന്ന സമയത്ത്, എല്ലാവരും പേടിച്ച് പതറി ഓരോ സഹായങ്ങൾ തേടി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ന്യൂസ് പടർന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു 100 രൂപ ഒരാൾ അയക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം അവൻ വിചാരിക്കും, വേണ്ട, ഇത് ഏതായാലും എടുത്ത് മുക്കിക്കൊണ്ട് പോകുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്ക് ആളായിട്ട് പോയ ലോസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ സ്വത്തും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം, അവരിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവർക്ക് ആവശ്യപരമായിട്ടുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് നമുക്ക് ഉള്ളൊരു ലെജിറ്റ് സോഴ്സാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ടെന്ന് പറയുന്നൊരു സംഭവം. ആ ഒരു സംഭവത്തിൽ ഇന്ന കണക്ക് മുക്കലുണ്ട്, കാര്യങ്ങളുണ്ട്, നിങ്ങളാരും അതിനകത്തോട്ട് അയക്കരുതെന്നുള്ള ന്യൂസ് ഇപ്പോൾ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ആയാലും ഒരിക്കലും ഒരു മനുഷ്യന് ചേർന്നൊരു കാര്യമല്ല. അതവർ മുക്കിയിട്ടുണ്ടോ, വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല. ഉണ്ടെങ്കിൽ അവരൊക്കെ അവസാനം ആശുപത്രി കൊടുത്ത് തന്നെ തീരത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരുന്ന സംഭവത്തിൽ നമ്മൾ മലയാളികളാണ് ഒരുമിച്ച് നിന്ന് സഹായിക്കാനുള്ളത്. ഈ 24 ന്യൂസിൽ ഹാഷ്മി തന്നെ ഓപ്പണായിട്ട് പുള്ളി പറഞ്ഞു, ഞാനത് വേറൊരു സിറ്റുവേഷനിൽ വേറൊരു എൻകൗണ്ടറിൽ ഞാൻ ഇൻട്രോ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്താൽ അത് മാറ്റി വെക്കരുതെന്ന് അയാൾ ദയവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുള്ള ഒരു സമയമാണിതെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ദുബായിലാണ്, ഇതുപോലെ നിങ്ങൾ പല പ്രവാസികളും പല സ്ഥലത്തായിരിക്കാം. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ദുരിതാശ്വാസ ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ലെജിറ്റ് സോഴ്സിലോട്ടോ നിങ്ങൾ പൈസയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആവശ്യ സാധനങ്ങളോ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എത്തിക്കുക. കാര്യം വേറൊന്നുമില്ല, നമ്മൾ കാണുന്ന കണക്കല്ല ഇതിൻ്റെ ഒരു പ്രകൃതി വില്ലനാവുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന സമയമല്ല. അത് പ്രളയമായാലും ശരി, ഇപ്പോൾ ഉരുൾപൊട്ടലായാലും ശരി, ഓരോ സ്ഥലത്ത് ഓരോ ജില്ലയിലും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടൽ കൂടി വരുവാണെന്നുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ടുള്ളൊരു സമയമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളോ ഇതൊന്നും ഇപ്പോൾ കൊണ്ടുവരാതെ മനുഷ്യരായിട്ട് മാത്രം ചിന്തിക്കുക. ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല, ഒരു പാർട്ടിക്ക് എതിരായിട്ടുമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മൾ മനുഷ്യനായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് ഇത് ചിന്തിച്ച് പരമാവധി ആൾക്കാരിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യാനിരിക്കാനായിട്ട് പറയുക. അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാലും അത് കണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന സഹായം പിന്നോട്ട് വലിക്കാതെ അത് മാറ്റി നിർത്തുക. ഇപ്പോൾ ഓരോ മനുഷ്യർക്കും അവിടെയുള്ള ഓരോ മനുഷ്യർക്കും സഹായം വേണമെന്നൊരവസ്ഥയാണ്. അവർ പതറി നിൽക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാൻ ഉത്തരവാദികളാണ്. നമ്മളത് ചെയ്യുക തന്നെ ചെയ്യണം.